ഹലോ ഡിയേഴ്സ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ കറിയാണ്. അപ്പോൾ പൈനാപ്പിൾ കറിക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ പൈനാപ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു പൈനാപ്പിൾ എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. നമുക്ക് അത്രയും മെമ്പേഴ്സ് ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളൊരു പകുതി പൈനാപ്പിൾ എടുത്തു. ആ പൈനാപ്പിളിൻ്റെ തൊലി നന്നായിട്ട് ചെത്തി അങ്ങോട്ട് കളയാം. ഡീപ്പായിട്ട് തന്നെ തൊലി ചെത്തിക്കുക, കാരണം അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് നല്ല നീളത്തിൽ കുരാന്ന് അരിഞ്ഞ് ഇതുമാതിരി അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക. നല്ല വൃത്തിയായിട്ട് തന്നെ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു കുക്കർ, ഒരു ചെറിയ കുക്കർ എടുത്തിട്ട് ഈ അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം ആ കുക്കറിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പം ഇത് നന്നാക്കുമ്പോൾ നമ്മൾ ആ ഒരു കട്ടിയുള്ള ഭാഗം മാറ്റി കളയുന്നുണ്ട്. ചിലരത് കളയും, ചിലരത് കളയില്ല. അപ്പം ഞങ്ങൾ ഇവിടെ അത് കളഞ്ഞിട്ടാണ് കറി വെക്കണത് കേട്ടോ, പൈനാപ്പിൾ കറി വെക്കണത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഈ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുക. അങ്ങനെ കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തിട്ട് ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് ഈ അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ചേർക്കുക. എന്നിട്ട് അതോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക. പാകത്തിനുള്ള മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ചേർത്ത് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഈ ഒരു കൂട്ടിലേക്ക് നല്ലോണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു കൂട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കാരണം നമ്മളിതിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുക്കർ അടച്ചിട്ട് അടുപ്പത്തോട്ട് വയ്ക്കുക. അങ്ങനെ ആ കുക്കർ അവിടെ വേവട്ടെ, ഒരു വിസിൽ വരുന്ന വരെ വേവട്ടെ. അതിനുശേഷം നമ്മൾ ഒരു തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു പച്ചമുളകും കുറച്ച് ജീരകവും കൂടി അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങനെ അരച്ചെടുക്കണം. അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കുക. നേരെ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 3-4 ശർക്കര കട്ടി ഇട്ട് കൊടുത്ത് അത് തിളപ്പിക്കാൻ വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടും ചേർത്ത് കൊടുക്കുക. തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു കട്ടി ആവും അത് കറി. അങ്ങനെ ആ കട്ടി വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് കടുക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ കടുകും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തൈരും കൂടി, നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട തൈരും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മധുരമൊക്കെ നോക്കണം കേട്ടോ, മധുരം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അതുപോലെ തന്നെ വേപ്പിലയും മുളകും ഒക്കെ ഇട്ട് അങ്ങോട്ട് താളിച്ചെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെഡി ആയിട്ടുണ്ട്, പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ നമ്മൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.